അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഞാൻ പറയുന്നൊരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോ ആണ്. എല്ലാവർക്കും സിഹിർ എന്താണെന്ന് തന്നെ എല്ലാവർക്കും അറിയാത്ത ഒരു കാര്യമാണ്. അപ്പോൾ ചിലർ ചോദിക്കുന്നത് സിഹിർ ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നൊക്കെ പറയുന്നത്. ഉസ്താദ് പറയുന്നത് തീർച്ചയായും ഉള്ളത് തന്നെയാണ്. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് തന്നെ സിഹിർ ഏറ്റിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് നമുക്കിതിൽ പ്രത്യേകമായി പറയുന്നുണ്ട്. ഉസ്താദ് പറയുന്നത് നമുക്കിനി കേട്ടിട്ട് വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിന വ ഹബീബിന മുഹമ്മദിൻ വ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സത്യാന്വേഷികളായ സുഹൃത്തുക്കളെ, ഇൻഷാ അല്ലാഹ് ഈ ഒരു സംസാരത്തിൽ സിഹറിൻ്റെ യാഥാർത്ഥ്യത്തെ സംബന്ധിച്ചും എങ്ങനെയാണ് സിഹിർ പ്രവർത്തിക്കുന്നത് എന്നതിനെ സംബന്ധിച്ചും സൂചിപ്പിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. സിഹിർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അത് ഹറാമാണ്, അത് കടുത്ത കുഫറാണ്, അത് ഷിർക്കാണ്. അങ്ങനെ തുടങ്ങി ഇസ്ലാം ഒരു നിലക്കും സിഹിർ അത് പ്രവർത്തിക്കുന്നതിനെ, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സഹകരിക്കുന്നതിനെ അംഗീകരിക്കുന്നില്ല. അതേ സന്ദർഭത്തിൽ സിഹിർ എന്ന പ്രവർത്തനം അത് ലോകത്തുണ്ട്, അതിന് ചില യാഥാർത്ഥ്യങ്ങളുണ്ട്, അതിലൂടെ ചില ഉപദ്രവങ്ങൾ ഉണ്ടാകും എന്നത് ഇസ്ലാം പഠിപ്പിക്കുന്ന കാര്യമാണ്. അതിൻ്റെ പ്രവർത്തന രീതി എങ്ങനെയാണ് എന്ന് അതും അല്ലാഹു സുബ്ഹാനഹു വ തആല, അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അതുകൊണ്ട് സിഹിറിനെ സംബന്ധിച്ച് ഒരല്പം വിശദീകരിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യം നമുക്ക് ഭാഷയിൽ ആ പദത്തിൻ്റെ അർത്ഥം എന്താണ് എന്ന് പരിശോധിക്കാം. മുഖ്താറുസ് സിഹാഹ് എന്ന വിഖ്യാതമായ അറബി ഭാഷാ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാം, വസ്സിഹ്റു അൽ അഖ്ദതു വകുല്ലു മാ ലതുഫ മഅഖുദുഹു വദഖ ഫഹുവ സിഹ്റുൻ. സിഹ്ർ എന്ന് പറഞ്ഞാൽ കൺകെട്ട്, അതല്ലെങ്കിൽ ചെപ്പടി വിദ്യ, അതിനൊക്കെയാണ് സിഹ്ർ എന്ന് പറയുന്നത്. വളരെയധികം ഗോപ്യമായതും നമുക്ക് പെട്ടെന്ന് കാരണമോ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളെയോ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്ത രൂപത്തിൽ ലത്തീഫായ, ലോലമായ, അതല്ലെങ്കിൽ കോപ്യമായ ഏതൊരു വിഷയത്തിനും സിഹ്ർ എന്ന് പറയുന്നു. അപ്പോൾ എല്ലാതരം മേജിക്കുകളും അതേപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് കാരണം കണ്ടെത്താൻ കഴിയാത്ത കാര്യങ്ങൾക്കും സിഹ്ർ എന്ന് പറയുന്നതാണ്. തഹ്ദീബുൽ ലുഗ എന്ന വിഖ്യാതമായ മറ്റൊരു അറബി ഭാഷാ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാം, സിഹിർ എന്ന് പറഞ്ഞാൽ അമലുൻ യുഖറബു ഫീഹി ഇല ശൈത്താനി വബിമഊനത്തിൻ മിൻഹു. പിശാചിലേക്ക് അടുക്കുവാനും പിശാചിന്റെ സഹായത്തോടു കൂടിയും ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് സിഹിർ. അപ്പോൾ അത് സിഹിറിന്റെ മറ്റൊരു ഇനമാണ്, പിശാചിലേക്ക് അടുക്കുവാൻ വേണ്ടി, അതേപോലെ തന്നെ പിശാചിന്റെ സഹായത്തോടു കൂടി ചെയ്യുന്ന ചില കാര്യങ്ങൾ. കുല്ലു ദാലികൽ അംരി കൈനൂനതുഹു അസ്സിഹ്ർ. അതേപോലെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാവുന്നത്, അതല്ലെങ്കിൽ അതിനെല്ലാം സിഹ്ർ എന്ന് പറയും. വമിന സിഹ്രി അൽ അഖ്ദതു അല്ലതി തഅഖുദുൽ ഐന ഹത്താ തദുന്ന അന്നൽ അംറ കമാ തറാ വലൈസ അൽ അസ്ലു അലാ മാ തറാ. അതേപോലെ തന്നെ സിഹ്ർ ആളുകളുടെ കണ്ണിനെ റാഞ്ചുന്ന ഒരു പ്രവൃത്തി കൂടിയാണ്. കാരണം ഒരു വിഷയം അയാളുടെ മുന്നിൽ കാണും, പക്ഷെ അയാൾ വിചാരിക്കുന്നത് പോലെ ആയിരിക്കില്ല അത്, അതിന് നേരെ ഓപ്പോസിറ്റോ അതല്ലെങ്കിൽ അതല്ലാത്ത രൂപമോ ആയിരിക്കും. അപ്പോൾ കാണുന്നത് പോലെയല്ല, യാഥാർത്ഥ്യം പോലെയല്ല അയാൾക്ക് തോന്നുക. ഇങ്ങനെ ആളുകളുടെ കൺകെട്ടുന്ന കാര്യത്തിനും സിഹ്ർ എന്ന് പറയും. അതേപോലെ തന്നെ പിശാചിലേക്ക് അടുക്കുന്ന പൈശാചികമായ പ്രവർത്തനങ്ങൾക്കും സിഹ്ർ എന്ന് പറയുന്നതാണ്. തഹ്ദീബുൽ ലുഗയിൽ നമുക്ക് വീണ്ടും കാണാം, വഅസ്ലു സിഹ്രി സർഫു ശൈഇ അൻ ഹഖീഖതിഹി ഇലാ ഗൈരിഹി. സിഹ്ർ എന്ന് പറഞ്ഞാൽ ഒരു വിഷയത്തെ അതിന്റെ യാഥാർത്ഥ്യത്തിൽ നിന്ന് തെറ്റിച്ച് മറ്റൊന്നായി തോന്നിപ്പിക്കുന്നതിനെ സിഹ്ർ എന്ന് പറയുന്നു. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മുഅ്മിനൂനിൽ സത്യനിഷേധികളോട് അല്ലാഹു ചോദിക്കുന്നുണ്ട്, ഫഅന്നാ തുസ്ഹറൂൻ, നിങ്ങൾ എങ്ങനെയാണ് തെറ്റിക്കപ്പെടുന്നത്? അഥവാ അതിന്റെ ഉദ്ദേശം ഫഅന്നാ തുസ്റഫൂൻ, നിങ്ങൾ യാഥാർത്ഥ്യത്തിൽ നിന്ന് എങ്ങനെയാണ് തെറ്റിക്കപ്പെടുന്നത്? അപ്പോൾ യാഥാർത്ഥ്യത്തിൽ നിന്ന് തെറ്റിച്ചു കളയുന്ന കാര്യങ്ങളെ സിഹ്ർ എന്ന് പറയാറുണ്ട്. അൻ-നിഹായത്തു ഫീ ഗരീബിൽ ഹദീസ് വൽ അസർ എന്ന വിഖ്യാതമായ ഖുർആനിലെയും ഹദീസിലെയും
പദങ്ങൾ വിശദീകരിക്കുന്ന ഗ്രന്ഥത്തിൽ കാണാം വസ്സിഹ്റു ഫീ കലാമിഹിം, അറബികൾ സിഹർ എന്ന് പറഞ്ഞാൽ സർഫു ഷൈഇ അൻ വജ്ഹിഹി, ഒരു കാര്യത്തെ അതിന്റെ യാഥാർത്ഥ്യത്തിൽ നിന്ന് തെറ്റിച്ചു കളയുന്നതിനെ സിഹർ എന്ന് പറയുന്നതാണ്. ലിസാനുൽ അറബിൽ നമുക്ക് കാണാം, വിഖ്യാതമായ അറബി ഭാഷ നിഘണ്ടുവാണ് ലിസാനുൽ അറബ്. അതിൽ നമുക്ക് കാണാം അൽ അസ്ഹരി ഖാല അൽ അസ്ഹരിയു അസ്സിഹ്റു അമലുൻ തുഖർരിബ ഫീഹി ഇല ശൈത്താനി വബിമഊനത്തിൻ മിൻഹു. സിഹർ എന്ന് പറഞ്ഞാൽ പിശാചിലേക്ക് അടുക്കുവാൻ വേണ്ടി പിശാചിന്റെ സഹായത്തോടു കൂടി തന്നെ ചെയ്യുന്ന ചില കാര്യങ്ങളാണ്. പിന്നീട് നേരത്തെ പറഞ്ഞതുപോലെ ഗോപ്യമായതും കാരണങ്ങൾ കണ്ടെത്താൻ സാധിക്കാത്തതുമായ അഥവാ നമുക്ക് വ്യക്തമാവാത്ത എല്ലാ കാര്യങ്ങൾക്കും സിഹർ എന്ന് പറയുന്നു. ഇത് തന്നെയാണ് താജുൽ ആറൂസിലും നമ്മൾ കാണുന്നത്. അതേപോലെ തന്നെ അറബി ഭാഷാ നിഘണ്ടുകൾ മുഴുവൻ പരിശോധിച്ചാൽ സിഹറിനെ കുറിച്ച് നമുക്ക് പ്രധാനമായ 2 കാര്യങ്ങളാണ് ലഭിക്കുന്നത്. ഒന്ന്, മനുഷ്യന്റെ കൺകെട്ടിക്കളയുന്ന എല്ലാത്തരം മേജിക്കുകളും സിഹറാണ്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലഘട്ടത്തിൽ ഫിറഔൻ സംഘടിപ്പിച്ച ആളുകൾ ചെയ്തതുപോലെ അവർ കയർ നിലത്തിട്ടു, വടി നിലത്തിട്ടു, അത് പാമ്പായതുപോലെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് തോന്നി. എന്നാൽ അത് പാമ്പായിട്ടുണ്ടോ? ഇല്ല. പക്ഷേ അങ്ങനെ തോന്നിപ്പിക്കപ്പെട്ടു. ഇങ്ങനെ ആളുകളെ കബളിപ്പിക്കുന്ന, കൺകെട്ടുന്ന ചെപ്പടി വിദ്യകൾക്ക് സിഹർ എന്ന് പറയും. അതുമായി ബന്ധപ്പെട്ട എല്ലാ ഇനങ്ങളും സിഹറിൽ വരുന്നതാണ്. രണ്ടാമത്തത്, പിശാചിലേക്ക് അടുക്കുവാൻ വേണ്ടിയും പിശാചിന്റെ സഹായത്തോടു കൂടിയും ചെയ്യുന്ന ചില കാര്യങ്ങൾ, അതിനും സിഹർ എന്ന് പറയുന്നു. ഈ 2 രൂപത്തിലാണ് സിഹർ അഥവാ മാരണം, മലയാളത്തിൽ നമ്മൾ മാരണം എന്ന് പറയും, ബ്ലാക്ക് മാജിക് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ഈ ഒരു കാര്യം ഭാഷകളിൽ തന്നെ, ഭാഷാ ഡിക്ഷണറികളിൽ തന്നെ നമുക്ക് ഈ 2 പ്രധാനപ്പെട്ട കാര്യം കാണാൻ കഴിയും. ഒന്ന്, കൺകെട്ടുന്ന ചപ്പടി വിദ്യ. മറ്റൊന്ന്, പിശാചിന്റെ സഹായത്തോടു കൂടി പിശാചിലേക്ക് അടുക്കുവാൻ വേണ്ടി ചെയ്യുന്ന ചില പൈശാചികമായ പ്രവർത്തനങ്ങൾക്കും സിഹർ എന്ന് പറയുന്നതാണ്. ഇവിടെ നാം വിശദീകരിക്കുവാൻ ഉദ്ദേശിക്കുന്ന വിഷയം, പിശാചിന്റെ സഹായത്തോടു കൂടിയും പിശാചിക്കളും പ്രചരിപ്പിക്കുകയും ജനങ്ങൾക്കിടയിൽ ഉപദ്രവമുണ്ടാക്കുവാൻ വേണ്ടി ചെയ്യുകയും ചെയ്യുന്ന പൈശാചിക പ്രവർത്തനമായ സിഹറിനെ സംബന്ധിച്ചാണ് നാം ഇവിടെ പറയുവാൻ ഉദ്ദേശിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലെ 102-ാമത്തെ ആയത്താണ് ഈ വിഷയത്തിൽ നമുക്ക് തെളിവായി പറയാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വത്തബഉ മാ തത്ലു ശയാത്തീനു അലാ മുൽക്കി സുലൈമാൻ. യഹൂദന്മാർ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ രാജഭരണത്തെ സംബന്ധിച്ച് പിശാചിക്കൾ പറഞ്ഞുണ്ടാക്കിയതിനെ അവർ പിന്തുടർന്നു. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് മുഅ്ജിസാത്തുകൾ, അതല്ലെങ്കിൽ മറ്റാർക്കും നൽകാത്ത പല കറാമത്തുകളും മുഅ്ജിസാത്തുകളും സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അല്ലാഹു നൽകിയിട്ടുണ്ട്. അതിനെ പിശാചിക്കൾ, മനുഷ്യരിലും ജിന്നുകളിലും പെട്ട പിശാചിക്കൾ അത് പ്രചരിപ്പിച്ചത് എന്താണ്? അദ്ദേഹം വലിയൊരു സിഹറുകാരനായിരുന്നു, മാരണക്കാരനായിരുന്നു, ആ സിഹറിലൂടെ നേടിയെടുത്ത കഴിവുകളാണത് എന്നായിരുന്നു അവർ പ്രചരിപ്പിച്ചിരുന്നത്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം സിഹർ ചെയ്യുന്ന ആളല്ല. വമാ കഫറ സുലൈമാനു, സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം കുഫർ ചെയ്തിട്ടില്ല. അതിൽ നിന്നൊരു കാര്യം മനസ്സിലായി, സിഹർ എന്ന് പറഞ്ഞാൽ അത് കുഫറാണ്. വലാകിന്ന ശയാത്തീന കഫറു യുഅല്ലിമൂന അന്നാസ സിഹറ, മറിച്ച് പിശാചുക്കളാണ് സത്യനിഷേധികളായത് ജനങ്ങൾക്ക് സിഹർ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട്. അപ്പോൾ സിഹർ പഠിക്കലും അത് ചെയ്യലും അത് പഠിപ്പിക്കലും കുഫറാണ്, സത്യനിഷേധമാണ്, മുസ്ലിമീങ്ങൾക്ക് യോജിച്ചതല്ല എന്ന് ഈ ആയത്ത് നമുക്ക് തെളിവ് നൽകുന്നു. മാത്രമല്ല, അവർ പിന്നെ എന്തിനെയാണ് അവർ പിൻപറ്റിയത്? പിശാചിക്കൾ പറഞ്ഞ കള്ളപ്രചരണങ്ങൾക്ക് പുറമെ വമാ ഉൻസില അലൽ മലക്കൈനി ബിബാബില ഹാറൂത വമാറൂത്, ബാബിലോൺ എന്ന് പറയുന്ന പ്രദേശത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ച 2 മലക്കുകൾക്ക് അവതരിപ്പിക്കപ്പെട്ടതിനെയും അവർ പ്രചരിപ്പിച്ചു. 2 മലക്കുകൾ. ആ മലക്കുകൾ എന്തായിരുന്നു ചെയ്തത്? പരീക്ഷണാർത്ഥം. വമാ യുഅല്ലിമാനി മിൻ അഹദിൻ ഹത്താ യഖൂല ഇന്നമാ നഹ്നു ഫിത്നതുൻ ഫലാ തക്ഫുർ. ബാബിലോണിലേക്ക് അല്ലാഹു ഹാറൂത്ത് എന്നും മാറൂത്ത് എന്നും പേരുള്ള 2 മലക്കുകളെ അയച്ചു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ച രൂപത്തിൽ. ആ മലക്കുകളുടെ പണി എന്തായിരുന്നു അല്ലാഹു ഏൽപ്പിച്ചത്? സിഹ്ർ പഠിപ്പിക്കുക. പക്ഷേ അതേ സന്ദർഭത്തിൽ അവർ പറഞ്ഞു, വമാ യുഅല്ലിമാനി മിൻ അഹദിൻ ഹത്താ യഖൂല ഇന്നമാ നഹ്നു ഫിത്നതുൻ ഫലാ തക്ഫുർ. അവർ ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നു, എന്ത്? നിങ്ങൾ ഇത് പഠിക്കരുത്, പരീക്ഷണാർത്ഥമാണ് അല്ലാഹു ഞങ്ങൾ അയച്ചിട്ടുള്ളത്, ഇതൊരു പരീക്ഷണമാണ്, അതുകൊണ്ട് പഠിക്കരുത്. ഫലാ തക്ഫുർ, നിങ്ങൾ കുഫർ കാണിക്കരുത്. പക്ഷെ അവർ പഠിക്കാൻ നിർബന്ധിച്ചാൽ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാം. പക്ഷേ
ഇത് കുഫറാണ്, ചെയ്യരുത്, ഇതൊരു ടെസ്റ്റാണ്, പരീക്ഷണമാണ് എന്നവർ ബോധ്യപ്പെടുത്തി. എന്നാൽ ചില ആളുകളൊക്കെ പഠിച്ചേ മതിയാകൂ എന്ന് വാശി പിടിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് നൽകിയൊരു പരീക്ഷണമായിരുന്നു അത്. ഫയതഅല്ലമൂന മിൻഹുമാ മാ യുഫർരിഖൂന ബിഹി ബൈനൽ മർഇ വസൗജിഹി. ഭാര്യയെയും ഭർത്താവിനെയും തമ്മിൽ തെറ്റിക്കുന്ന ചില വിദ്യകൾ അവർ അവരിൽ നിന്ന് പഠിച്ചു. അപ്പോൾ സിഹ്ർ പഠിപ്പിക്കാനും പറ്റും, പഠിക്കാനും പറ്റുന്നൊരു കാര്യമാണ് എന്ന് പറഞ്ഞാൽ ശർഈയായി അനുവദനീയമാണ് എന്നല്ല, മറിച്ച് അത് സാധ്യമാണ്. അങ്ങനെ ഭാര്യ ഭർത്താക്കന്മാരെ തമ്മിൽ തെറ്റിക്കുന്ന ചില ചപ്പടി വിദ്യകൾ അവർ പഠിച്ചു മനസ്സിലാക്കി. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം പറയുന്നുണ്ട്, അങ്ങനെ സിഹ്ർ പഠിച്ചാലും പഠിപ്പിച്ചാലും ഒക്കെ ഓരോരുത്തരും വിചാരിക്കുന്ന രൂപത്തിൽ ഇവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുമെന്ന് ആരും ധരിക്കണ്ട. വമാഹും ബിദ്വാരിന ബിഹി മിൻ അഹദിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്. അല്ലാഹുവിന്റെ അനുവാദമില്ലാതെ, അല്ലാഹുവിന്റെ അനുമതിയില്ലാതെ ഈ സിഹ്ർ ചെയ്യുന്ന ആളുകൾക്ക് ആരെയും ഒരു ഉപദ്രവവും ചെയ്യുക സാധ്യമല്ല. അള്ളാഹുവിന്റെ പെർമിഷനോടുകൂടി അത് സാധ്യമാകും എന്നർത്ഥം. വയതഅല്ലമൂന മാ യദുറുഹും വലാ യൻഫഉഹും. അവർക്ക് ഉപകാരം ഇല്ലാത്തതും പരലോകത്ത് അവർക്ക് ഉപദ്രവം ഉണ്ടാകുന്നതുമായ കാര്യമാണ് അവർ സിഹ്റിലൂടെ പഠിക്കുന്നത്. വലഖദ് അലിമൂ ലമൻ ഇശ്തറാഹു മാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്. യഹൂദന്മാരും മറ്റും മനസ്സിലാക്കിയിട്ടുണ്ട്, ഇങ്ങനെയുള്ള സിഹ്റിന്റെ കാര്യങ്ങൾ വാങ്ങുന്നവർ, വില കൊടുത്ത് വാങ്ങുന്നവർക്ക് പരലോകത്ത് ഒരു ഓഹരിയും ഉണ്ടാവുകയില്ല എന്നവർ മനസ്സിലാക്കിയിട്ടുണ്ട്. വലബിഅസ മാ ശറഉ ബിഹി അൻഫുസഹും ലൗ കാനൂ യഅലമൂൻ. സ്വന്തം ദേഹത്തെ കൊടുത്ത് അവർ വിലക്ക് വാങ്ങിയ ആ സിഹ്റിന്റെ വിഷയങ്ങൾ എത്ര മോശമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അപ്പോൾ ഇത് സൂറത്തുൽ ബഖറയിലെ 102-ാമത്തെ ആയത്താണ്. ഈ ആയത്ത് നമുക്ക് നൽകുന്ന ഒരുപാട് പാഠങ്ങളുണ്ട്. ഒന്ന്, സിഹ്ർ പഠിക്കലും അത് പഠിപ്പിക്കലും മനുഷ്യരിലും ജിന്നുകളിലും പെട്ട ശൈത്താനുകളുടെ പണിയാണ്. രണ്ട്, അത് കുഫറാണ്, സത്യനിഷേധമാണ്. എന്നാൽ അത് പഠിക്കാനും പഠിപ്പിക്കുവാനും പറ്റും. ഭാര്യ ഭർത്താക്കന്മാരെ തമ്മിൽ തെറ്റിക്കുവാൻ സിഹ്റിലൂടെ സാധിക്കും. അത് മാത്രമാണ് എന്നതല്ല, അത് അതിൽ പ്രധാനപ്പെട്ട ഒരു ഇനമാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുമതിയോടുകൂടിയല്ലാതെ ആർക്കും ആരെയും ഒരു ഉപദ്രവവും ചെയ്യാൻ സാധ്യമല്ല. സിഹ്റിലൂടെ മരണാനന്തര ജീവിതത്തിൽ ഒരു ഉപകാരവും ലഭിക്കുകയില്ല, ഉപദ്രവം മാത്രമേ അവർക്ക് ഉണ്ടാവുകയുള്ളൂ. ഈ ലോകത്തും അതിലൂടെ ഉപദ്രവം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിലെ 102-ാമത്തെ ആയത്തിലൂടെ പഠിപ്പിക്കുന്നു. അപ്പോൾ പരിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്ന പാഠങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സിഹ്ർ എന്നത് കുഫറാണ്, അത് ചെയ്യാനോ ചെയ്യിക്കാനോ പാടില്ലാത്തതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണാർത്ഥം ഇറക്കിയപ്പോൾ പോലും ആ മലക്കുകളോട് പറയാൻ വേണ്ടി പറഞ്ഞത് എന്താണ്? ഇതൊരു ഫിത്നയാണ്, ആരും പഠിക്കരുത് എന്നാണ്. പക്ഷെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരെ അവർ പഠിപ്പിക്കും. അത് അള്ളാഹുവിന്റെ പരീക്ഷണമാണ്. അതിലൂടെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ തെറ്റിക്കുന്ന കാര്യങ്ങൾ വരെ സാധ്യമാണ്. സിഹ്റിന് ആ നിലക്കുള്ള ചില യാഥാർത്ഥ്യങ്ങളെല്ലാം ഉണ്ട് എന്ന് ഈ ആയത്ത് വളരെ സ്പഷ്ടമായി, വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. മാത്രമല്ല, ഇമാം ബുഖാരി റഹിമഹുല്ലാ, ഖുർആനിൽ നിന്നുള്ള തെളിവാണ് ഞാൻ ഉദ്ധരിച്ചത്. ഇമാം ബുഖാരി റഹിമഹുല്ലയും ഇമാം മുസ്ലിം, മറ്റ് ഒട്ടുമിക്ക മുഹദ്ദിസീങ്ങളും, ഒരുവിധം എല്ലാ പ്രാമാണികരായ പ്രഗത്ഭരായ മുഹദ്ദിസീങ്ങൾ മുഴുവൻ അവരുടെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിച്ച, അതോടൊപ്പം ഇമാം ബുഖാരിയും മുസ്ലിമും അവരുടെ സ്വഹീഹുകളിൽ ഉദ്ധരിച്ചിട്ടുള്ള മുത്തഫഖുന അലൈഹിയായ അങ്ങേയറ്റം സ്വഹീഹായ ഹദീസിൽ നമുക്ക് കാണാം, ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, സഹറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റജുലുൻ മിൻ ബനി സുറൈഖിൻ യുഖാലു ലഹു ലബീദ് ഇബ്നുൽ അഅസം ഹത്താ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഖയ്യലു ഇലൈഹി അന്നഹു കാന യഫ്അലു ശൈഅ വമാ ഫഅലഹു. യഹൂദന്മാരിൽപ്പെട്ട ലബീദ് ഇബ്നുൽ അഅസം എന്ന് പറയുന്ന ഒരു വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സിഹ്ർ ചെയ്തു. അങ്ങനെ ആ സിഹ്റിന്റെ ചില ഫലങ്ങൾ പ്രവാചകനുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാത്ത ചില കാര്യങ്ങൾ ചെയ്തു എന്ന് പ്രവാചകന് തോന്നുക, ചെയ്ത ചില കാര്യങ്ങൾ ചെയ്തില്ല എന്നും പ്രവാചകന് തോന്നുക. അത് മറ്റൊരു റിവായത്തിലുണ്ട്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചെയ്തത് ചെയ്തില്ല എന്നും ചെയ്യാത്തത് ചെയ്തു എന്നും തോന്നുന്ന ഒരു അവസ്ഥ ഉണ്ടായി. അങ്ങനെ ഹത്താ ഇദാ കാന ദാത യൗമിൻ ഔ ദാത ലൈലത്തിൻ വഹുവ ഇൻദി ലാകിന്നഹു ദഅ വദഅ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ അടുക്കലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്തുകൊണ്ടേയിരുന്നു അള്ളാഹുവിനോട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തോന്നി, എനിക്ക് എന്തോ ചില പ്രയാസങ്ങളുണ്ട് എന്ന് തോന്നി. സുമ്മ ഖാല, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ആയിഷ അശഅർതി അന്ന അല്ലാഹ അഫ്താനി
فيما استفتيته فيه أتاني رجلان فقعد أحدهما عند رأسي والآخر عند رجلي. ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരുന്ന കാര്യത്തിന് എനിക്ക് ഉത്തരം കിട്ടിയിരിക്കുന്നു. എൻ്റെ പ്രശ്നം എന്താണ് എന്ന് എനിക്ക് മനസ്സിലായി. രണ്ടാളുകൾ വന്നിരിക്കുന്നു, അഥവാ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയും മീകായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയുമാണ് വന്നിട്ടുള്ളത്. അതിൽ ഒരാൾ എൻ്റെ കാലിൻ്റെ ഭാഗത്തിരുന്നു, മറ്റൊരാൾ എൻ്റെ തലയുടെ ഭാഗത്ത് ഇരുന്നു. എന്നിട്ട് അതിൽ ഒരാൾ ചോദിക്കുകയാണ്, മാ വജഉർ റജുൽ, ഈ വ്യക്തിക്ക് എന്തു പറ്റി? അപ്പോൾ മറ്റേയാൾ പറഞ്ഞു, മത്ബൂബുൻ, ആരോ സിഹ്ർ ചെയ്തതാണ്, ആരോ സിഹ്ർ ചെയ്തതാണ്. ചോദിച്ചു, എന്തിലാണ് സിഹ്ർ ചെയ്തത്, ആരാണ് ചെയ്തത്? മൻ തബ്ബഹു, അപ്പോൾ പറയപ്പെട്ടു ലബീദ് ഇബ്നുൽ അസം എന്ന വ്യക്തിയാണ് ചെയ്തത്. ഏതിലാണ് സിഹ്ർ ചെയ്തത്? അത് ഫീ മുഷ്തിൻ വ മുശാത്തത്തിൻ വ ജുഫി തൽഇ നഖ്ലത്തിൻ ദക്കരിൻ, ആൺ ഈത്തപ്പനയുടെ ഉണങ്ങിയ കൂമ്പോളയിലും അതേപോലെ തന്നെ മുടിയിലും ചീർപ്പിലും അതേപോലെയുള്ള ചില വസ്തുക്കളിലുമാണ് സിഹ്ർ ചെയ്തിട്ടുള്ളത്. അതെവിടെയാണുള്ളത് എന്നതായി അടുത്ത ചോദ്യം. വഅൈനഹു വഖാല ഫീ ബിഇരി ദർവാൻ, ദർവാൻ എന്ന് പറയുന്ന കിണറ്റിലാണ് ഉള്ളത്. അപ്പൊ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇതിനെ സംബന്ധിച്ചുള്ള അറിവ് മലക്കുകൾ എത്തിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ ഒരാളാണ് ചെയ്തിട്ടുള്ളത്, ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്, അത് ഇന്ന കിണറിലാണ് ആ സിഹ്ർ ചെയ്ത വസ്തുക്കൾ ഇട്ടിട്ടുള്ളത്. ഫഅതാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ നാസി മിൻ അസ്ഹാബിഹി, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന്റെ കൂടെ ആ കിണറിന്റെ അടുത്ത് ചെന്നു. അങ്ങനെ ആ കിണറിൽ നിന്ന് ആ വസ്തു പുറത്തെടുത്തു. പിന്നീട് അത് ജനങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാവരുത്, ഫിത്ന ഉണ്ടാവരുത് എന്ന് വിചാരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് ആ കിണറ്റിൽ തന്നെ ഇട്ട് മൂടിക്കളയുകയാണ് ചെയ്തിട്ടുള്ളത്. ആയിഷ റളിയല്ലാഹു തആല അൻഹ ചോദിച്ചിട്ടുണ്ട്, അല്ലാഹുവിന്റെ റസൂലേ, അഫലസ്തഖറജ്തഹു, നിങ്ങൾക്കത് പുറത്തെടുത്തുകൂടായിരുന്നോ, ഞങ്ങൾക്കൊക്കെ കൊണ്ടുവന്ന് കാണിച്ചു തന്നുകൂടായിരുന്നോ എന്ന അർത്ഥത്തിൽ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖദ് അഫാനി അല്ലാഹ്, അല്ലാഹു എനിക്ക് സൗഖ്യം നൽകി. ഫകരിഹ്തു അൻ ഉസവ്വിറ അലൻ നാസി ഫീഹി ശർറ, അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് അതിൽ നിന്നൊരു ഷർറ് ഉണ്ടാവണ്ട എന്ന് ഞാൻ കരുതി, അതുകൊണ്ട് അത് അവിടെ തന്നെ കുഴിച്ചു മൂടുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ ഹദീസ് ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഉദ്ധരിച്ചിട്ടുണ്ട്. വ്യത്യസ്ത ഭാഗങ്ങളിൽ ഈ ഹദീസ് ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഉദ്ധരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. മറ്റു എല്ലാ മുഹദ്ദിസീങ്ങളും, ഒട്ടുമിക്ക മുഹദ്ദിസീങ്ങളും ഉദ്ധരിച്ചിട്ടുള്ള, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്ക് ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ലാത്ത ഹദീസാണ് ഈ ഒരു ഹദീസ്. ഈ ഹദീസിൽ ലബീദ് ഇബ്നുൽ അസം എന്ന് പറയുന്ന ആൾ സിഹ്ർ ചെയ്തു എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതിന്റെ ചില പ്രയാസങ്ങൾ ഉണ്ടായി എന്നും അതുകൊണ്ടാണ് അള്ളാഹു എനിക്ക് ശിഫ നൽകിയെന്ന് പ്രവാചകൻ പറഞ്ഞത്. അപ്പോൾ ശിഫ എപ്പോഴാണ് ലഭിക്കുന്നത്? ഒരു പ്രയാസത്തിന് ശേഷം, അതല്ലെങ്കിൽ ഒരു രോഗാവസ്ഥക്ക് ശേഷമാണല്ലോ ശിഫ ലഭിക്കുന്നത്. അപ്പോൾ ഇത് വളരെ കൃത്യമായി ഹദീസിലൂടെയും വ്യക്തമാക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് നാം നേരത്തെ പറഞ്ഞ സൂറത്തുൽ ബഖറയിലെ 102-ാമത്തെ ആയത്തും അതേപോലെ ഈ ഹദീസും തെളിവാക്കിക്കൊണ്ട് ഇമാം ഖുർത്തുബി റഹിമഹുല്ല, വിഖ്യാതനായ മുഫസ്സിറാണ് റഹിമഹുല്ല, അദ്ദേഹം രേഖപ്പെടുത്തിയ കാര്യം കാണുക. അദ്ദേഹം പറഞ്ഞു, ദഹബ അഹ്ലുസ്സുന്ന, അഹ്ലുസ്സുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരുടെ വീക്ഷണം എന്നത് ഇല അന്ന സിഹറ സാബിതുൻ വലഹു ഹഖീഖ, സിഹർ സ്ഥാപിക്കപ്പെട്ടതാണ്, അതിന് യാഥാർത്ഥ്യവുമുണ്ട്. എന്നാൽ സിഹറിന്റെ യാഥാർത്ഥ്യത്തെ നിഷേധിക്കുന്നത് ആരാണ്? വദഹബ ആമ്മത്തുൽ മുഅ്തസില, മൊത്തം മുഅ്തസിലിയാക്കളും അബൂ ഇസ്ഹാഖുൽ ഇസ്തുറാബാദി മിൻ അസ്ഹാബി ശാഫിഈ ഇല അന്ന സിഹറ ലാ ഹഖീഖത ലഹു, എന്നാൽ സിഹറിന് ഹഖീഖത്തില്ല എന്ന് മൊത്തം മുഅ്തസിലിയാക്കളും അതേപോലെ തന്നെ ശാഫിഈ മദ്ഹബിൽപ്പെട്ട ഒരു വ്യക്തിയും അവർ മാത്രമാണ് സിഹറിന് ഹഖീഖത്തില്ല, അത് ചില തോന്നലുകൾ മാത്രമാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. അത് ചില തോന്നലുകളാണ്, ചെപ്പടി വിദ്യകളാണ് എന്നാണ് അവർ പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, വഹാദ ലാ ഹുജ്ജത ഫീ, അങ്ങനെ തോന്നലാണ് എന്ന് പറയുന്നതിൽ, സിഹറിന് അങ്ങനെ ഒരു വശമുണ്ട് എന്ന് പറയുന്നതിൽ അതിൽ യാതൊരു തെളിവുമില്ല, അത് അങ്ങനെ ഒരു തോന്നൽ മാത്രമാണ് എന്ന് പറയാൻ കാരണം ലിഅന്ന ലാ നുൻകിർ അൻ യകൂന തഖയീൽ വഗൈറുഹു മിൻ ജുംലത്തി സിഹർ, തോന്നലുണ്ടാക്കുക എന്നത് സിഹറിന്റെ ഒരു ഭാഗം തന്നെയാണ്. അതാണ് നമ്മൾ പറഞ്ഞത്, സിഹറിന് രണ്ടർത്ഥം പറഞ്ഞിടത്തിൽ ഒന്നാമത് പറഞ്ഞ എന്താണ്? ആളുകളുടെ കൺകെട്ടുക. അങ്ങനെ ഒരു അവസ്ഥ സിഹറിനുണ്ട്. പക്ഷേ വലാകിൻ സബത വറാഅ ദാലിക ഉമൂറുൻ ജവ്വസഹ അഖ്ലു വവറദ ബിഹ അസ്സമഉ, എന്നാൽ അതിനപ്പുറത്തും ചില കാര്യങ്ങളുണ്ട്, അതിനപ്പുറത്തും ചില കാര്യങ്ങളുണ്ട്, അത് ബുദ്ധി അംഗീകരിക്കുന്നത് തന്നെയാണ്. ധാരാളം ആ വിഷയത്തെ സംബന്ധിച്ച് കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. ഫമിൻ ദാലിക മാ ജാഅ ഫീ ഹാദിഹിൽ ആയ മിൻ ദിക്രി അസ്സിഹ്രി വതഅലീമിഹി,
സൂറത്തുൽ ബഖറയിലെ 102-ാമത്തെ ആയത്തിൽ വിശദീകരിക്കുന്നത് അതിന് തെളിവാണ്. സിഹ്ർ പഠിക്കാൻ പറ്റും. എന്നിട്ട് അദ്ദേഹം പറയുന്ന ശ്രദ്ധേയമായ പോയിന്റ്, അദ്ദേഹം പറഞ്ഞു വലൗലം യകുല്ലഹു ഹഖീഖ ലം യുംകിൻ തഅലീമുഹു. സിഹ്റിന് യാഥാർത്ഥ്യമില്ലായിരുന്നെങ്കിൽ അത് പഠിക്കാൻ കഴിയുമായിരുന്നില്ല. വല അഖ്ബറ തആല അന്നഹും യുഅല്ലിമൂനഹു നാസ്. ജനങ്ങൾക്ക് പഠിപ്പിക്കാൻ അവർ പഠിപ്പിച്ചു കൊടുത്തിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും പറയുകയില്ല. ഫദല്ല അല അന്ന ലഹു ഹഖീഖ. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലായി, സിഹ്റിന് യാഥാർത്ഥ്യമുണ്ട് എന്ന് മനസ്സിലായി എന്ന് അദ്ദേഹം വിശദീകരിക്കുകയാണ്. കാരണം യാഥാർത്ഥ്യമില്ലാത്തൊരു കാര്യം പഠിക്കാനും പഠിപ്പിക്കാനും പറ്റുകയില്ലല്ലോ. ഭാര്യാഭർത്താക്കന്മാരെ തമ്മിൽ തെറ്റിക്കുന്നത് അവർ പഠിച്ചു എന്ന് പറഞ്ഞാൽ അങ്ങനെ പഠിക്കുകയും അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്തു എന്നാണല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്ന് അദ്ദേഹം വിശദീകരിച്ചു. അതിനുശേഷം നേരത്തെ പറഞ്ഞ ഇമാം ബുഖാരിയും മുസ്ലിമും എല്ലാം ഉദ്ധരിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലബീദ് ഇബ്നുൽ അസം എന്ന് പറയുന്ന യഹൂദൻ സിഹ്ർ ചെയ്തു എന്ന കാര്യം വിശദീകരിച്ചതിന് ശേഷം അദ്ദേഹം പറയുന്ന മറ്റൊരു പോയിന്റ് ഉണ്ട്. അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ഫഖദ് ശഫാനി അല്ലാഹ്, അല്ലാഹു എനിക്ക് ശിഫ നൽകി എന്ന്. അതുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, വശിഫാഉ ഇന്നമാ യകൂനു ബിറഫ്ഇൽ ഇല്ലതി വസവാലിൽ മർദ്. ഒരു രോഗം, ഒരു പ്രയാസം നീങ്ങുമ്പോഴല്ലാതെ ശിഫ ലഭിച്ചു എന്ന് പറയുകയില്ല. ഫദല്ല അല അന്ന ലഹു ഹഖ്ഖൻ വ ഹഖീഖ. അതുകൊണ്ട് തന്നെ സിഹ്റിന് ചില യാഥാർത്ഥ്യങ്ങളുണ്ട് എന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു. ഫഹുവ മഖ്തൂഉൻ ബിഹി ബിഇഖ്ബാരില്ലാഹി തആല വറസൂലിഹി അലാ വുജൂദിഹി വവുഖൂഇഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ അത് അറിയിച്ചിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അറിയിച്ചിട്ടുണ്ട്. ഇനി അദ്ദേഹം പറയുന്ന വാചകം ഇനി ഗൗരവത്തിൽ ശ്രദ്ധിക്കുക. അദ്ദേഹം പറഞ്ഞു, വഅലാ ഹാദാ അഹ്ലുൽ ഹില്ലി വൽ അഖ്ദ് അല്ലദീന യൻഅഖ്ദു ബിഹിൽ ഇജ്മാ. പണ്ഡിതന്മാർക്കിടയിൽ ഇജ്മാ പറയാൻ മാത്രം പര്യാപ്തരായ, കാര്യങ്ങളെ വേർതിരിച്ചു മനസ്സിലാക്കുന്ന കിബാറുകളിൽപ്പെട്ട ഉലമാക്കൾ ഈ കാര്യം അംഗീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വല ഇബ്റത മഅ ഇത്തിഫാഖിഹിം ബിഹുസാലത്തിൽ മുഅ്തസില വമുഖാലഫതിഹിം അഹ്ലൽ ഹഖ്. അതുകൊണ്ട് തന്നെ വലിയ വലിയ കേമന്മാരും ഉന്നതന്മാരുമായ പണ്ഡിതന്മാർ, മുഫസ്സിരീങ്ങൾ, മുഹദ്ദിസീങ്ങൾ, ഫുഖഹാക്കൾ ഇജ്മാവോടുകൂടി പറഞ്ഞിരിക്കെ മുഅ്തസിലിയാക്കളിൽപ്പെട്ട വിവരദോഷികൾ പറയുന്നതിൽ നിങ്ങൾ ചെവി കൊടുക്കേണ്ടതില്ല, അതിൽ യാതൊരു ഇബ്റത്തുൽ അത് പരിഗണിക്കുക തന്നെ വേണ്ട എന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല അദ്ദേഹം പറയുന്നു, സിഹ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പൂർവ്വകാലം മുതൽക്കേ പറയപ്പെട്ടിട്ടുള്ളതാണ്. വലം യബ്ദു മിന സ്വഹാബത്തി വലാ മിന താബിഈൻ ഇൻകാറുൽ ലിഅസ്ലിഹി. സ്വഹാബികളോ താബിഈങ്ങളോ അങ്ങനെ ഒന്നിന്റെ യാഥാർത്ഥ്യത്തെ നിഷേധിച്ചതായി ഒരു തെളിവും നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ പരിശുദ്ധ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും പണ്ഡിതന്മാരുടെ ഇജ്മാഇൽ നിന്നും തെളിവുദ്ധരിച്ചുകൊണ്ട് ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തുന്നത് സിഹ്റിന് ഹഖീഖത്തുണ്ട്. അതിനെ നിഷേധിക്കുന്നവർ മുഅ്തസിലിയാക്കളായ ആളുകളാണ്. അത്തരം മുഅ്തസിലിയാക്കളായ ആളുകളുടെ വാദത്തിന് ചെവി കൊടുക്കേണ്ടതില്ല, അത് പരിഗണിക്കേണ്ടതില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അല്ലാമ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നുണ്ട്, ഹക്കാ അബൂ അബ്ദില്ല അർ-റാസി ഫി തഫ്സീരിഹി. ഇമാം റാസി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയുന്നു, അനിൽ മുഅ്തസില, മുഅ്തസിലിയാക്കളെ സംബന്ധിച്ച്, അന്നഹും അൻകറു വുജൂദ സിഹ്ർ, സിഹ്റിന്റെ വുജൂദിനെ നിഷേധിച്ചത് മുഅ്തസിലിയാക്കളാണ്. വറുബ്ബമാ കഫറു മൻ ഇഅ്തഖദ വുജൂദ, സിഹ്റിന് യാഥാർത്ഥ്യമുണ്ടെന്ന് വിശ്വസിക്കുന്നവർ കാഫിറുകളാണെന്ന് വരെ മുഅ്തസിലിയാക്കളിൽ ചില ആളുകൾ പറഞ്ഞു. എന്നാൽ വഅമ്മ അഹ്ലുസുന്ന, അഹ്ലുസുന്നതി വൽ ജമാഅത്ത് ഫഖദ് ജവ്വസു, അതിന് യാഥാർത്ഥ്യമുണ്ടെന്നും അത് സംഭവിക്കുമെന്നും പറഞ്ഞിരിക്കുന്നു എന്ന് ഇമാം റാസി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയ കാര്യം അല്ലാമ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പ്രത്യേകം രേഖപ്പെടുത്തുകയാണ്. ഇനി ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് സഹീഹുൽ ബുഖാരിക്ക് ഏറ്റവും ശ്രദ്ധേയമായ ശർഹ് നിർവഹിച്ചിട്ടുള്ള മഹാപണ്ഡിതനാണ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ്. അദ്ദേഹം ഫത്ഹുൽ ബാരിയിൽ രേഖപ്പെടുത്തുന്നത്, വഖാലൽ മാസിരിയു ജുംഹൂറുൽ ഉലമാ അലാ ഇസ്ബാത്തിസ് സിഹ്ർ, മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും സിഹ്റിന് യാഥാർത്ഥ്യമുണ്ട്, വഅന്ന ലഹു ഹഖീഖ, അതിന് ഹഖീഖത്തുണ്ട് എന്ന് പറഞ്ഞവരാണ്. വനഫാ ബഅദുഹും ഹഖീഖതഹു വഅദാഫ മാ യഖഉ മിൻഹു ഇലാ ഖയാലാത്തിൻ ബാത്തില. എന്നാൽ വേറെ ചില ആളുകൾ അത് വെറും ഖയാലാത്തുകളാണ്, ബാത്തിലായ ചില തോന്നലുകൾ മാത്രമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, വഹുവ മർദൂദുൻ ലിവുറൂദിൻ നഖ്ലി ബിഇസ്ബാത്തിസ് സിഹ്ർ, പക്ഷേ ആ വാദം തള്ളപ്പെടും. കാരണം എന്താണ്? തെളിവുകൾ അതിനെതിരിലാണ് വന്നിട്ടുള്ളത്. നബിയിൽ നിന്നും തെളിവുകൾ വന്നിട്ടുള്ളത് അതിന് എതിരിലാണ്. ബി ഇസ്ബാത്തി സിഹ്ർ, സിഹ്റിനെ സ്ഥാപിക്കുന്ന തെളിവുകളാണ് പ്രമാണത്തിൽ കാണുന്നത്. വലി അന്നൽ അഖല ലാ യുൻകിറു അന്നല്ലാഹ ഖദ് യഖ്രിഖുൽ ആദ ഇൻദ നുത്ഖി സാഹിർ, ഒരു സാഹിർ എന്തെങ്കിലും
ചില മന്ത്രങ്ങളും കാര്യങ്ങളും ചെയ്താൽ അള്ളാഹു നിശ്ചയിച്ച ചില കാരണങ്ങൾ അവിടെ ഉണ്ടാവുക എന്നത് ഒരിക്കലും ബുദ്ധിക്ക് എതിരായ കാര്യമല്ല. അതുകൊണ്ട് പ്രമാണം കൊണ്ടും സ്ഥിരപ്പെട്ടതാണ്, ബുദ്ധി കൊണ്ടും സ്ഥിരപ്പെട്ടതാണ്. അതിനെതിരിലുള്ള വാദങ്ങൾ എല്ലാ നിലക്കും പ്രമാണത്തിന് വിരുദ്ധമാണ് എന്ന അഭിപ്രായം ഇമാം മാസുരി റഹ്മഹുല്ല യിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് ഇബ്നു ഹജർ അസ്കലാനി റഹ്മഹുല്ല രേഖപ്പെടുത്തുന്നു. ശേഷം അതിന്റെ യാഥാർത്ഥ്യത്തെ അദ്ദേഹവും അംഗീകരിക്കുന്ന വാക്കുകളാണ് പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല ഇബ്നു ഹജർ അസ്കലാനി റഹ്മഹുല്ല ഫത്ഹുൽ ബാരിയിൽ വീണ്ടും രേഖപ്പെടുത്തി ഖാല നവവിയു, ഇമാം നവവി റഹ്മഹുല്ല പറയുന്നത് വസ്സഹീഹു അന്ന ലഹു ഹഖീഖ, അതിന് ഹഖീഖത്തുണ്ട് എന്നതാണ് ശരിയായ അഭിപ്രായം. വബിഹി ഖതഅൽ ജുംഹൂർ, മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും അത് സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട്. വഅലൈഹി അഅമ്മത്തുൽ ഉലമാ, ഉലമാക്കളിൽ മഹാഭൂരിപക്ഷവും ആ അഭിപ്രായമാണ്. വയദുല്ലു അലൈഹിൽ കിതാബു വസ്സുന്നത്തു സ്വഹീഹത്തുൽ മശ്ഹൂറ, കാരണം അതിനെന്തൊക്കെയാണ് തെളിവ്? പരിശുദ്ധ ഖുർആൻ തെളിവാണ്, സ്വഹീഹായ ഹദീസുകൾ, വിഖ്യാതമായ മശ്ഹൂറായ ഹദീസുകളും അതിന് തെളിവാണ്. അപ്പോൾ ഖുർആനും ഹദീസും തെളിവായി കഴിഞ്ഞാൽ പിന്നെ മറ്റൊരഭിപ്രായത്തിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടതില്ലല്ലോ. ഇത് ഇമാം നവവി റഹ്മത്തുള്ളയുടെ അഭിപ്രായമായി ഫത്ഹുൽ ബാരിയിൽ ഇബ്നു ഹജർ അൽ അസ്കലാനി റഹ്മത്തുള്ള രേഖപ്പെടുത്തുകയാണ്. ഇനി ഇമാം മുസ്ലിം റഹ്മത്തുള്ള അദ്ദേഹത്തിന്റെ സ്വഹീഹിന് നൽകപ്പെട്ട ഷറഹിൽ ഇമാം നവവി റഹ്മത്തുള്ള തന്നെ പറയുന്നു, ഇമാം മുസ്ലിമിന്റെ ഷറഹിൽ വഖദ് അൻകറ ബഅദുൽ മുബ്തദിഅ ഹാദൽ ഹദീസ ബിസബബിൻ ആഖർ, നേരത്തെ പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹ്ർ ബാധിച്ചു എന്ന് പറയുന്ന ഹദീസിനെ മുബ്തദിഈങ്ങൾ, ശ്രദ്ധിക്കുക, മഹാനായ ഇമാം നവവി റഹ്മത്തുള്ള പറയുന്നത് ഇത്തരം ഹദീസുകളെ നിഷേധിക്കുന്നവർ മുബ്തദിഈകളാണ്, അതല്ലാതെ അഹ്ലുസുന്നന്റെ ആളുകളല്ല. അവർ പറയുന്നത് എന്താണ്? അന്നഹു യഹുദ്ദു മൻസിബൻ നുബുവ്വ വയുശക്കികു ഫീഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിന്റെ ആ ഒരു സുരക്ഷിതത്വത്തെ ബാധിക്കുന്നതാണ് ഇതേപോലുള്ള ഹദീസുകൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഇത്തരം ഹദീസുകളെ എതിർക്കുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഈ മുബ്തദിഈങ്ങളുടെ ഈ വാദം ബാത്തിലാണ് എന്ന് അദ്ദേഹം പറയുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അള്ളാഹു പ്രൊട്ടക്ഷൻ നൽകുമെന്ന് ഖുർആനിലൂടെ ഹദീസിലൂടെ പറഞ്ഞിട്ടുണ്ട്. ആ പ്രൊട്ടക്ഷൻ പ്രവാചകൻ എപ്പോഴും ഉണ്ടാകും. പക്ഷെ മനുഷ്യർക്ക് സംഭവിക്കാവുന്ന ശാരീരികമായ പ്രയാസങ്ങളോ രോഗങ്ങളോ പ്രവാചകൻ ഉണ്ടാകുന്നതിന് അതിനൊരു തടസ്സമല്ല. ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രോഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചിലപ്പോൾ ചില മറവികൾ സംഭവിച്ചിട്ടുണ്ട്. അതൊക്കെ മാനുഷികമാണ്, അത് നുബുവത്തിനെ ബാധിക്കുന്നതല്ല. എന്നതുപോലെ ഇതേപോലെയുള്ള ചില കാര്യങ്ങൾ ഉണ്ടാവുക എന്നത് ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിനെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്നും മുബ്തദിഈങ്ങളായ ആളുകളാണ് ഇത്തരം ഹദീസുകളെ നിഷേധിക്കുന്നത് എന്നും അതല്ലെങ്കിൽ അതിനെ എതിർക്കുന്നത് എന്നും ഇമാം നവവി റഹിമഹുല്ല രേഖപ്പെടുത്തുകയാണ്. അതേപോലെ തന്നെ ഇബ്നുൽ ഖയ്യിമുൽ ജൗസി റഹിമഹുല്ല അദ്ദേഹം രേഖപ്പെടുത്തി, അദ്ദേഹത്തിന്റെ സൂറത്തുൽ ഫലക്കിന്റെ ഒരു തഫ്സീറിൽ അദ്ദേഹം പറയുന്നത് വഖദ് അൻകറ ദാലിക ത്വായിഫത്തുൻ മിൻ അഹ്ലിൽ കലാമി മിനൽ മുഅ്തസില വഗൈരിഹിം വഖാലൂ ഇന്നഹു ലാ തഅ്സീറ ലിസ്സിഹ്രി അൽബത്ത, മുഅ്തസിലിയാക്കളിൽപ്പെട്ട അതേപോലെ തന്നെ മറ്റു ചില വിഭാഗങ്ങളിൽപ്പെട്ട അഹ്ലുൽ കലാമിന്റെ തത്വശാസ്ത്രത്തിന്റെ ആളുകളാണ് സിഹ്റിന്റെ യാഥാർത്ഥ്യത്തെ നിഷേധിക്കുന്നുള്ളത്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ് വഹാദാ ഖിലാഫുൻ മാ തവാതറത് ബിഹി അൽ ആസാർ അനി സ്വഹാബ വസ്സലഫ് വത്തഫഖ അലൈഹിൽ ഫുഖഹാ, സ്വഹാബികളിൽ നിന്നും സലഫുകളിൽ നിന്നും ഫുഖഹാക്കളും അതേപോലെ തന്നെ വത്തഫഖ അലൈഹിൽ ഫുഖഹാ വ അഹ്ലു തഫ്സീർ വൽ ഹദീസ്, തഫ്സീറിന്റെ ആളുകൾ, ഫുഖഹാക്കൾ, ഹദീസിന്റെ ആളുകൾ, അവരൊക്കെ ഇതിൽ യോജിച്ചിട്ടുണ്ട്. സ്വഹാബികളിൽ നിന്നും സലഫുകളിൽ നിന്നും ആസാറുകൾ എമ്പാടും വന്നിട്ടുമുണ്ട്. അതിനെല്ലാം എതിരിലാണ് ഇതേപോലെയുള്ള ആളുകൾ സംസാരിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. മാത്രമല്ല മിൻ ശർരി നഫാസാത്തി ഫിൽ ഉഖദ്, കെട്ടുകളിൽ മന്ത്രിച്ചൂതുന്ന ആളുകളുടെ കെടുതികളിൽ നിന്നും, അതുകൊണ്ടുള്ള ഉദ്ദേശം സിഹറാണ്. അദ്ദേഹം പറയുകയാണ് അങ്ങനെ സിഹറിന് യാഥാർത്ഥ്യമില്ലായിരുന്നെങ്കിൽ وقوله تعالى من شر النفاثات في العقد دليل على أن هذا النفث يضر المسحور في حال غيبته عنه ولو كان الضرر لا يحصل إلا بمباشرة البدن ظاهرا كما يقوله هؤلاء لم يكن للنفث ولا للنفاثات شر يستعاذ منه. ഇങ്ങനെ കെട്ടുകളിൽ മന്ത്രിച്ചൂതുന്നതിന്റെ ഷർറ് സിഹർ ചെയ്യപ്പെട്ട ആളുകൾക്ക് ഫലിക്കുമായിരുന്നില്ലെങ്കിൽ അതിൽ നിന്ന് രക്ഷ തേടാൻ അള്ളാഹു പറയുമായിരുന്നില്ല എന്ന് അദ്ദേഹം വിശദീകരിക്കുകയാണ്.
അപ്പോൾ സിഹറിന് യാഥാർത്ഥ്യമുണ്ട് എന്ന കാര്യം വളരെ കൃത്യമാണ്. മുഹമ്മദ് അമാനി മൗലവി പോലും അദ്ദേഹത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് സിഹറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. അദ്ദേഹം പറയുന്നത് സൂറത്തുൽ ബഖറയിലെ 102-ാമത്തെ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത്, ഇവിടെ പ്രത്യേകം മനസ്സിരുത്തേണ്ടുന്ന ഒരു സംഗതിയുണ്ട്. ഭാര്യ ഭർത്താക്കൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന കാര്യമെന്ന് മൊത്തത്തിൽ അങ്ങ് പറഞ്ഞതല്ലാതെ അക്കാര്യം പ്രാവർത്തികമാകുന്നത് എങ്ങനെയാണെന്ന് അള്ളാഹു വിവരിച്ചിട്ടില്ല. അത് വിവരിക്കലല്ല ഇവിടെ ഉദ്ദേശവും. എങ്ങനെ നടക്കുന്നു എന്ന് വിവരിച്ചിട്ടില്ലെങ്കിലും അത് നടക്കുമോ ഇല്ലേ, അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചത്. അങ്ങനെ ചില ദുഷ്പ്രവർത്തികളൊക്കെയുണ്ട്, അവ അവിശ്വാസത്തിൽപ്പെട്ടതാണ്. പക്ഷേ അവ മൂലം ഉപദ്രവകരങ്ങളായ അനുഭവങ്ങൾ വല്ലതും ഉണ്ടായേക്കാം. സിഹ്ർ ചെയ്യൽ അവിശ്വാസത്തിൽപ്പെട്ടതാണ്, പക്ഷെ അതിലൂടെ ഉപദ്രവകരങ്ങളായ അനുഭവങ്ങൾ വല്ലതും ഉണ്ടായേക്കാം. എന്നാൽ അത് തൽക്കർത്താക്കൾക്ക് അദൃശ്യമോ അമാനുഷികമോ ആയ വല്ല കഴിവുകളും ഉള്ളത് കൊണ്ടൊന്നുമല്ല. സിഹ്ർ ചെയ്യുന്ന ആളുകൾക്ക് ഒരു അമാനുഷിക കഴിവില്ല, അതുകൊണ്ടല്ല അത് സംഭവിക്കുന്നത്. പിന്നെയോ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കാര്യം എന്താണ്, അത് അദ്ദേഹം വ്യക്തമാക്കുന്നു. അള്ളാഹു നിശ്ചയിച്ചതും മനുഷ്യർക്ക് കണ്ടുപിടിക്കുവാൻ സാധിക്കാത്തതുമായ ചില രഹസ്യങ്ങൾ നിലവിലുണ്ട്. അള്ളാഹു നിശ്ചയിച്ച ചില രഹസ്യങ്ങളാണ്, അത് മനുഷ്യർക്ക് കണ്ടുപിടിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് അതിനെ നിഷേധിക്കേണ്ടതില്ല. അതുകൊണ്ട് അത്തരം വിഷയങ്ങൾ കണ്ട് മനുഷ്യർ വഞ്ചിതരാവരുത് എന്നൊക്കെ ഉണർത്തുകയാണ് ഈ വാക്യം കൊണ്ട് ഉദ്ദേശം. അള്ളാഹു നിശ്ചയിച്ച ചില കാരണങ്ങളാണത്, അതല്ലാതെ ഇത് ചെയ്യുന്ന ആളുകൾക്ക് എന്തെങ്കിലും ദിവ്യ കഴിവുണ്ടായിട്ടല്ല. അള്ളാഹു അതിനൊക്കെ ചില കാരണങ്ങളാക്കിയിരിക്കുന്നു. മനുഷ്യർക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത ചില രഹസ്യങ്ങളുണ്ട്, നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്നതുകൊണ്ട് അതിനെ നിഷേധിക്കേണ്ടതില്ല. അത്തരം ചില ഉപദ്രവങ്ങൾ ഉണ്ടാകാം, പക്ഷെ അത്തരം പ്രവർത്തനങ്ങൾ ചില രഹസ്യങ്ങൾ നിലവിലുണ്ട്. അള്ളാഹു നിശ്ചയിച്ച ചില രഹസ്യങ്ങളാണ്, അത് മനുഷ്യർക്ക് കണ്ടുപിടിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് അതിനെ നിഷേധിക്കേണ്ടതില്ല. അതുകൊണ്ട് അത്തരം വിഷയങ്ങൾ കണ്ട് മനുഷ്യർ വഞ്ചിതരാവരുത് എന്നൊക്കെ ഉണർത്തുകയാണ് ഈ വാക്യം കൊണ്ട് ഉദ്ദേശം. അള്ളാഹു നിശ്ചയിച്ച ചില കാരണങ്ങളാണത്, അതല്ലാതെ ഇത് ചെയ്യുന്ന ആളുകൾക്ക് എന്തെങ്കിലും ദിവ്യ കഴിവുണ്ടായിട്ടല്ല. അള്ളാഹു അതിനൊക്കെ ചില കാരണങ്ങളാക്കിയിരിക്കുന്നു. മനുഷ്യർക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത ചില രഹസ്യങ്ങളുണ്ട്, നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്നതുകൊണ്ട് അതിനെ നിഷേധിക്കേണ്ടതില്ല. അത്തരം ചില ഉപദ്രവങ്ങൾ ഉണ്ടാകാം, പക്ഷെ അത്തരം പ്രവർത്തനങ്ങൾ മുസ്ലിമീങ്ങൾക്ക് ചെയ്യാൻ പാടില്ല. അപ്പോൾ വളരെ വ്യക്തമാണ് ഈ വിഷയത്തിലുള്ള ഇസ്ലാമിന്റെ നിലപാട്. അതുകൊണ്ട് തന്നെ നാം നേരത്തെ സൂചിപ്പിച്ചു, സിഹർ എന്ന് പറഞ്ഞാൽ പിശാചുക്കളിലേക്ക് അടുക്കുവാൻ വേണ്ടി പിശാചുക്കളെ പ്രീതിപ്പെടുത്തുന്ന ചില പ്രവർത്തനങ്ങൾ ചെയ്യലാണ്. പിശാചിനെ ആരാധിക്കുക, അല്ലെങ്കിൽ ബഹുദൈവ ആരാധനാപരമായ പ്രവർത്തനങ്ങൾ, ശിർക്കൻ പ്രവർത്തനങ്ങൾ ചെയ്ത് പിശാചിനെ പ്രീതിപ്പെടുത്തുമ്പോൾ ഷെയ്ത്താനെ കൊണ്ട് സാധിക്കുന്ന ചില കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ്. അതല്ലാതെ അവിടെ ഒരു അമാനുഷികതയുമില്ല. മറിച്ച് അത് മനുഷ്യരിലും ജിന്നുകളിലും പെട്ട പിശാചുക്കൾ തമ്മിലുള്ള ചില അഡ്ജസ്റ്റ്മെന്റുകളാണ്. ബഹുദൈവാരാധന നടത്തുമ്പോൾ, അല്ലെങ്കിൽ പിശാചിന് ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ, ഇതേപോലെ പൈശാചികമായ ആരാധനാ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ, പിശാചിലേക്ക് അടുക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ പിശാച് അത്തരം ആളുകളെ സഹായിക്കുകയാണ്. അതാണ് ഇബ്നു ഹജർ അൽ-അസ്ഖലാനി ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞിട്ടുള്ളത്. സിഹറിന് വ്യത്യസ്ത രൂപമുണ്ട്. അതിലൊന്ന് മാ യഹ്സുലു ബി മുആവനതി ശയാതീനി ബിദർബിൻ മിന തഖർറുബി ഇലൈഹിം وإلى ذلك الإشارة بقوله تعالى ولكن الشياطين كفروا يعلمون الناس السحر. ചില പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് പിശാചിലേക്ക് സാമീപ്യമുള്ള ചില പിശാചിനെ ആരാധിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുക. അപ്പോൾ ഉണ്ടാകുന്ന പിശാചുക്കൾ ചെയ്തു കൊടുക്കുന്ന ചില ഉപദ്രവങ്ങളാണത്. നമുക്ക് കാണുന്നില്ല എന്നതുകൊണ്ട് അതൊന്നും അമാനുഷികമായ ഒന്നുമല്ല എന്നും, അത്തരം പൈശാചിക പ്രവർത്തനങ്ങളുമായി മുസ്ലിമീങ്ങൾ ബന്ധപ്പെടരുത് എന്നും, അത്തരം കെടുതികളിൽ നിന്ന് എപ്പോഴും കാവൽ തേടണമെന്നും അള്ളാഹുവിൽ രക്ഷ തേടണമെന്നുമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. മഹാനായ ശൈഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നത്, തഅലീമുസ് സിഹ്രി വതഅല്ലുമുഹു മുൻകറുൻ അളീം വമിന അശ്ശിരിക്കിൽ അക്ബർ ലിഅന്നഹു ലാ യതവസ്സലു ഇലൈഹി ഇല്ലാ ബിഇബാദത്തിൽ ജിൻ. സിഹ്ർ പഠിക്കലും അത് പഠിപ്പിക്കലും എല്ലാം തന്നെ വളരെ വെറുക്കപ്പെട്ടതാണ്, ഏറ്റവും വലിയ ശിർക്കിൽപ്പെട്ടതാണ്. കാരണം പിശാചുക്കളെ, ജിന്നുകളെ ഇബാദത്ത് ചെയ്തുകൊണ്ടല്ലാതെ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് എത്തിപ്പെടാൻ കഴിയില്ല. അപ്പോൾ പിശാചുക്കൾക്ക് അല്ലെങ്കിൽ ജിന്നുകൾക്ക് ഇബാദത്ത് ചെയ്തുകൊണ്ടാണ് അത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്നത്. വലിസ്തിഗാസത്തി ബിഹിം വത്തഖർറുബി ഇലൈഹിം, പിശാചുക്കളോട്, ജിന്നുകളോട് ഇസ്തിഗാസ നടത്തുക, അവരിലേക്ക് അടുക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുക. വമാ യുഹ്ദീഹിം മിനൽ ദബാഇഹി വന്നദർ, ചില അറവുകളും നേർച്ചകളും ഒക്കെ നടത്തുക. അങ്ങനെ പിശാചുക്കൾ തൃപ്തിപ്പെടുമ്പോൾ, അത്തരം സിഹ്റൻ പ്രവർത്തനങ്ങളിലൂടെ പിശാചുക്കൾ തൃപ്തിപ്പെടുമ്പോൾ അവർ ഉണ്ടാക്കുന്ന ഉപദ്രവങ്ങളാണ്. അതല്ലാതെ സിഹ്ർ ചെയ്യുന്ന ആളുകൾക്ക് ദിവ്യ കഴിവൊന്നുമില്ല. എന്നാൽ ഇതൊക്കെ സംഭവിക്കാൻ അള്ളാഹു തീരുമാനിച്ചത് കൊണ്ടാണ്, അള്ളാഹു നിശ്ചയിച്ച കാരണങ്ങളാണ്. ഇതെല്ലാം ഇല്ലാതിരിക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ സാധിക്കും.
പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ മനുഷ്യരെ പരീക്ഷിക്കുവാൻ ഉദ്ദേശിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. മാത്രമല്ല സിഹറിൽ പ്രവർത്തിക്കുന്നത് പിശാചിന്റെ പ്രവർത്തനമാണ് എന്ന് സ്വഹീഹായ ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. അത്തരം ഹദീസുകളെല്ലാം വിശദീകരിച്ചുകൊണ്ട് മുഹമ്മദ് നാസിറുദ്ദീനുൽ അൽബാനി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സിൽസിലത്തു സ്വഹീഹയിൽ അദ്ദേഹം ഉദ്ധരിക്കുന്നു, അൻ ജാബിർ ഇബ്നു അബ്ദില്ലാ റളിയല്ലാഹു ഖാൽ സുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ നുശ്റയെ കുറിച്ച് പ്രവാചകനോട് ചോദിക്കപ്പെട്ടു. സിഹറിനെ ഇല്ലാതാക്കാൻ വേണ്ടി മറു സിഹർ ചെയ്യുന്നതിനാണ് നുശ്റ എന്ന് പറയാം. സിഹറിനെ ഇല്ലാതാക്കാൻ വേണ്ടി പകരം സിഹർ ചെയ്യുക. അങ്ങനെ പകരം സിഹർ ചെയ്യാൻ പറ്റുമോ? സിഹറിൽ പ്രവർത്തിക്കുന്നത് പിശാചിന്റെ പ്രവർത്തനമാണ് എന്ന് സ്വഹീഹായ ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. അത്തരം ഹദീസുകളെല്ലാം വിശദീകരിച്ചുകൊണ്ട് മുഹമ്മദ് നാസിറുദ്ദീനുൽ അൽബാനി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സിൽസിലത്തു സ്വഹീഹയിൽ അദ്ദേഹം ഉദ്ധരിക്കുന്നു, അൻ ജാബിർ ഇബ്നു അബ്ദില്ലാ റളിയല്ലാഹു ഖാൽ സുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ നുശ്റയെ കുറിച്ച് പ്രവാചകനോട് ചോദിക്കപ്പെട്ടു. എന്ന് പറഞ്ഞാൽ സിഹറിനെ ഇല്ലാതാക്കാൻ വേണ്ടി മറു സിഹർ ചെയ്യുന്നതിനാണ് നുശ്റ എന്ന് പറയാം. സിഹറിനെ ഇല്ലാതാക്കാൻ വേണ്ടി പകരം സിഹർ ചെയ്യുക. അങ്ങനെ പകരം സിഹർ ചെയ്യാൻ പറ്റുമോ? ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സിഹർ മുസ്ലിമീങ്ങൾക്ക് ചെയ്യാനേ പാടില്ല. കാരണം ഹുവ മിൻ അമലി ശൈത്താൻ, അത് ശൈത്താന്റെ അമലാണ്. സിഹറിന്റെ എല്ലാ ഇനങ്ങളും പിശാചിന്റെ പ്രവർത്തനമാണ്. അതിലേക്ക് ബന്ധപ്പെടരുത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചിട്ടുള്ളത്. അതേപോലെ അല്ലാമ ഇബ്നു കസീർ റഹ്മഹുല്ലാ അദ്ദേഹത്തിന്റെ തഫ്സീർ രേഖപ്പെടുത്തി, അന്നൗഉ സാലിസു മിന സിഹർ, സിഹറിന്റെ മൂന്നാമത്തെ ഇനങ്ങളിൽപ്പെട്ടതാണ് അൽ ഇസ്തിആനതു ബിൽ അർവാഹിൽ അർദിയ്യ വഹുമുൽ ജിൻ, ജിന്നുകളോട് സഹായം തേടിക്കൊണ്ട് അത്തരം ചില പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുക എന്നത് അദ്ദേഹവും രേഖപ്പെടുത്തുന്നു. കാരണം ജിന്നുകളുടെ കൂട്ടത്തിലെ പിശാചികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള പൈശാചിക, മനുഷ്യരിലും ജിന്നുകളിൽപ്പെട്ട പൈശാചിക പ്രവർത്തനത്തിന്റെ ആളുകൾ നടത്തുന്ന പണിയാണ് സിഹർ. അങ്ങനെ പിശാചികളെ പ്രീതിപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ മനുഷ്യരിലും ജിന്നുകളിൽപ്പെട്ട പിശാചികളിലൂടെ ഉണ്ടാകുന്ന ചില ഉപദ്രവങ്ങളാണ് സിഹർ. ചിലത് നമുക്ക് കാണാനോ മനസ്സിലാക്കാനോ കഴിയില്ല. കാരണം ജിന്നു പറഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയാത്തത് കൊണ്ടാണ്. അതല്ലാതെ യാതൊരു ദിവ്യപ്രവൃത്തിയും നടക്കുന്നില്ല. അതേപോലെ തന്നെ നമുക്ക് മനസ്സിലാകാത്ത രൂപത്തിൽ മനുഷ്യരിലുള്ള ചില ആളുകളും അത്തരം കാര്യങ്ങളുടെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടാകണം. രണ്ടാണെങ്കിലും ശരി, അതിന്റെ കെടുതിയിൽ നിന്ന് അല്ലാഹുവിനോട് രക്ഷ ചോദിക്കണം. വീട്ടുകളിൽ മന്ത്രിച്ചോടുന്ന ഇതേപോലെയുള്ള ദുർമന്ത്രം നടത്തുന്ന മന്ത്രവാദികളായ മാരണക്കാരായ ആളുകളുടെ കെടുതികളിൽ നിന്നും ശരണം തേടുക, അവരുടെ അതാണ് വേണ്ടത്. ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് പോകരുത്. ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകളുടെ അടുക്കൽ പോയിട്ട് സിഹറിന് പകരം ചെയ്യാനാണെന്ന് പറഞ്ഞു പോകൽ പോലും പിശാചിന്റെ പ്രവർത്തനമാണ്, പാടില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. പിന്നെ എന്താണ്? അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെയും വൈകുന്നേരവും എല്ലാം കൊല്ലാൻ വേണ്ടി പഠിപ്പിച്ച ദുആകൾ ഉറങ്ങാൻ കിടക്കുമ്പോഴും ഉറങ്ങി എഴുന്നേറ്റാലും രാവിലെയും വൈകുന്നേരവും മറ്റു സന്ദർഭങ്ങളിലും ഒക്കെ നാം പ്രാവർത്തികമാക്കേണ്ടുന്ന പ്രാർത്ഥനകളും ചിന്തകളും, അതേപോലെ തന്നെ സൂറത്തുൽ ഇഖ്ലാസ്, ഫലഖ്, നാസ്, ഇതേപോലെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മൾ അഭ്യം തേടേണ്ടത്. പക്ഷേ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ തന്നെ ഇല്ല എന്ന് പറയുന്നതിലൂടെ ആളുകൾ യഥാർത്ഥത്തിൽ മനുഷ്യനെ പ്രയാസമുണ്ടാക്കുന്നവരുടെ അതിൽ നിന്നൊന്നും ഒരു പ്രൊട്ടക്ഷനും സ്വീകരിക്കാത്ത രൂപത്തിൽ ഉള്ള ഒരവസ്ഥയിലേക്ക് അവരെ മാറ്റി യഥാർത്ഥത്തിൽ ഉണ്ടാക്കുന്ന പ്രവർത്തനമാണ് അവർ ചെയ്യുന്നത് എന്ന് മാത്രമല്ല, അതിന് യാഥാർത്ഥ്യമില്ല എന്ന് പറയലും അത്തരം വിഷയത്തിൽ വന്ന ഹദീസുകളെ എതിർക്കലും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് നേരെ ഓപ്പോസിറ്റുള്ള മുഅ്തസിലികളെ പോലെയുള്ള ആളുകളുടെ പ്രവൃത്തിയാണ്. നികുദ്ധങ്ങളായ ആളുകളാണ് അത്തരം കാര്യങ്ങളെ കൊണ്ടുപിടിച്ച് നടത്തുന്നത് എന്നൊക്കെയുള്ള പണ്ഡിതന്മാരുടെ വാക്കുകൾ നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ പറയുന്നത് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും അതിന് ചില ഫലങ്ങളും യാഥാർത്ഥ്യങ്ങളും ഉണ്ട് എന്നുള്ള കാര്യമാണ്. അതിൽ നിന്ന് രക്ഷ തേടണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് വേറെ ആരോടും സഹായം തേടാൻ പാടില്ല. ഒരു ജ്യോത്സ്യന്റെ പ്രവർത്തനങ്ങൾ അത് പഠിക്കലും പഠിപ്പിക്കലും അത് ചെയ്യിപ്പിക്കലുമെല്ലാം ശിശുവിന്റെ പ്രവർത്തനമാണ്. അത് ശിർക്കാണ്. ഇസ്ലാമിന്റെ തന്നെ പുറത്തു പോകുന്ന അവസ്ഥയും അതിനുണ്ടാകും എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. കാര്യങ്ങൾ ഇതായിരിക്കെ ഏറെ കരുതലോടുകൂടിയും പ്രാർത്ഥനയോടുകൂടിയും നിത്യം അല്ലാഹുവിൽ അഭയം തേടിക്കൊണ്ടുമാണ് മുസ്ലിമീങ്ങൾ ജീവിക്കേണ്ടത്. അല്ലാഹുവിൽ അഭയം തേടുന്ന ആളുകൾ നിർഭയരായിരിക്കും
എന്നുകൂടി നാം മനസ്സിലാക്കുക. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കുവാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദി വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരുടെ ഉള്ളിലുള്ള സംശയമൊക്കെ മാറിയല്ലോ. ഇനിയിപ്പോൾ നമുക്ക് ഇതിന് ചെല്ലാനുള്ളതും പറയാനുള്ളതൊക്കെ ചെയ്താൽ മതി. ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.